വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മുൻ എപ്പിസോഡുകൾ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. മദ്യവും മയക്കുമരുന്നും ബോധം കെടുത്തി മൃഗങ്ങളെക്കാൾ കഷ്ടമാക്കി വിടുന്ന നമ്മുടെ മക്കളെ രക്ഷിച്ചെടുക്കാൻ ഗുരുവിനോടുള്ള പ്രാർത്ഥനയാണ് ഏപ്രിൽ മാസത്തെ ഗുരുസാഗരം മാസികയുടെ കവർ സ്റ്റോറി. മയക്കുമരുന്നിൻ്റെ വ്യാപനത്തിൽ ഡ്രഗ് മാഫിയ മാത്രമല്ല കുറ്റക്കാർ. അവർക്കിവിടെ വിളയാടാനുള്ള എല്ലാ സാഹചര്യവും വർഷങ്ങളായി ഒരുക്കപ്പെട്ടിരിക്കുന്നതാണ്. അതിൽ രാഷ്ട്രീയക്കാർക്കും മതതീവ്രവാദികൾക്കും കച്ചവട മാഫിയകൾക്കും ഒക്കെ പങ്കുണ്ട്. ഈ വിപത്തിനെ ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമൂഹ്യ സാഹചര്യം അവരെല്ലാം ചേർന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞു. അവർക്ക് വെളിച്ചമേകാൻ ഗുരുവിന് സാധിക്കും. പക്ഷെ ഒരിക്കലും നമ്മുടെ കുട്ടികൾ വെളിച്ചം കാണാതിരിക്കാൻ ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഇക്കൂട്ടർ മറച്ചു കളഞ്ഞു. ജാതി നേതാവ്, സാമൂഹ്യ പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ എന്നൊക്കെ മുദ്രകുത്തി ചെപ്പിലാക്കി അടച്ചു വയ്ക്കുന്ന ഗുരുസ്വരൂപം മുഴുവനായി വെളിപ്പെട്ടാൽ എല്ലാ കള്ളങ്ങളും അതോടെ പൊളിയും. കള്ളം കണ്ടുപിടിച്ചാൽ ഉള്ളം കൈ കൊണ്ട നെല്ലിതൻ കനിയാമെന്ന് സ്വാനുഭവ ഗീതയിൽ ഗുരു മൊഴിയുന്നതുപോലെയാകും കാര്യങ്ങൾ. മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ സെമിനാറും കൂട്ടയോട്ടവും നടത്തി എല്ലാവരും ആളെ പറ്റിക്കുകയാണ്. അടിസ്ഥാനപരമായി ഭക്തി എന്ന ഗുണത്തെ മനുഷ്യനിൽ ബാല്യത്തിൽ തന്നെ വികസിപ്പിച്ച് ഭക്തിയിലൂടെ ജ്ഞാനം, സദ്ഗുണങ്ങൾ, സത്യബോധം എന്നിവ തെളിച്ചെടുക്കാൻ ഗുരു മുന്നോട്ട് വെച്ച ഒരു ഫോർമുലയുണ്ട്. അതാരും പുറത്തുവിടില്ല. അതാണ് നമ്മൾ ഇരുട്ടിൽ കിടക്കുന്നതിൻ്റെ കാരണം. അത് പുറത്തുവിടണമെങ്കിൽ ഗുരുകൃതികളുടെ അകത്തു കടന്ന് മനുഷ്യ സ്നേഹത്തോടെ സാമൂഹ്യ ബോധത്തോടെ പരതണം. അങ്ങനെ പരതി കണ്ടെത്തിയ വഴികളാണ് ഈ ലക്കം കവർ സ്റ്റോറി. ഭക്തി എന്ന ഗുണം എങ്ങനെ തലച്ചോറിൻ്റെ ചിന്താശേഷിയെ നേരാം വഴിയിലേക്ക് നയിക്കുമെന്ന് ശാസ്ത്രീയമായി തന്നെ സ്ഥാപിക്കുന്നു ഇവിടെ. വായിച്ചു നോക്കൂ, ശരിയെന്ന് തോന്നിയാൽ മാത്രം സ്വീകരിച്ചാൽ മതി. ഗുരുസാഗരം മാസിക സിംഗിൾ കോപ്പി തപാലിൽ ലഭിക്കാൻ 60 രൂപ 80 78 18 88 58 എന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താൽ മതിയാവും. എന്നിട്ട് 6282319294 എന്ന നമ്പറിൽ വിലാസം അയച്ചു തരിക. വാർഷിക വരിസംഖ്യ 600 രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതായിരിക്കും. ഗുരുവിൽ അധിഷ്ഠിതമായ ജീവിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല. എന്തെന്നാൽ നിങ്ങൾ കാണുന്നതിനപ്പുറം കാണാനും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ നിയന്ത്രിക്കാനും ഗുരുവിന് സാധിക്കും. എങ്ങനെ ഗുരുവിൻ്റെ വിശ്വസ്ത ഭക്തരായി സുരക്ഷിത ജീവിതം നയിക്കാമെന്ന് പഠിപ്പിക്കുകയാണ് ഗുരുസാഗരം മാസിക. ഇനി ഇന്നത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഗുരുസാഗരം മാസിക
2025 മാർച്ച് ലക്കം എഡിറ്റോറിയൽ, ഗുരുസ്തവം 2ാം പദ്യം പഠനം എന്നിവയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം എഡിറ്റോറിയൽ നോക്കാം. ഗുരുവിൻ്റെ വാക്ക് ചുട്ടുപഴുക്കുന്നു. ആത്മതപസ്സിൽ നിന്നുണരുന്ന വൈഖരീനാദമാണ് ഗുരുവിൻ്റെ വാക്ക്. പരയുടെ പാല് നുകർന്നവൻ്റെ കണ്ട കാരുണ്യാമൃതം. അത് പശ്യന്തിയും മധ്യമയും കടന്ന് മനുഷ്യൻ്റെ ശ്രവണേന്ദ്രിയത്തിൽ പതിക്കുന്ന ദിവ്യപ്രകാശമാണ്. എത്ര കാലം അവഗണിച്ചാലും മറച്ചുവെച്ചാലും അനുഭവം കൊണ്ട് ഒടുവിൽ അതിൻ്റെ വില അറിയേണ്ടി വരും. അങ്ങനെ ലോകർ മനഃപൂർവ്വം അവഗണിക്കുന്ന ചില ഗുരുവാക്കുകൾ ഇടയ്ക്കിടെ മനുഷ്യൻ്റെ ഭ്രമബുദ്ധിയിലേക്ക് അതിശക്തമായി വെളിച്ചം വീശാറുണ്ട്. അനുഭവം കൊണ്ട് പഠിക്കേണ്ടുന്ന ചില സന്ദർഭങ്ങളിലാണ് അത് സംഭവിക്കുന്നതും. നാം കേട്ടു വളർന്ന ചില പഴഞ്ചൊല്ലുകളുണ്ട്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും. അതുപോലെയാണ് ഗുരുവാക്കും. ആദ്യം കേൾക്കുമ്പോൾ ഭ്രമബുദ്ധികൾക്ക് അത് അസ്വസ്ഥതയാണ് ഉണ്ടാക്കുക. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മദ്യമുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. കരിയും കരിമരുന്നും വേണ്ട. ഇങ്ങനെ എത്രയോ ഗുരുവാക്കുകൾ എല്ലാവർക്കും പരിചിതമാണ്. എന്നാൽ പഠിച്ചവരും പഠിക്കാത്തവരും എല്ലാം ഒരുപോലെ അവയെ അവഗണിച്ചാണ് ജീവിക്കുന്നത്. എന്തെന്നാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്കുമേൽ ഒരു കടന്നുകയറ്റമായിട്ടാണ് അവർ ഈ ഉപദേശങ്ങളെ കാണുന്നത്. അങ്ങനെ അനുസരണയില്ലാതെ മതിച്ചു നടന്ന് ആന കുഴിയിൽ വീഴും പോലെ ഇടയ്ക്കൊക്കെ നാം ആപത്തുകളിൽ പതിക്കും. ആ സമയം ആരെങ്കിലും ഗുരുവാക്ക് വീണ്ടും ഓർമ്മിപ്പിക്കും. കുറച്ചു ദിവസം അതിൻ്റെ അലയൊലി മുഴങ്ങും. പിന്നെയും പഴയതിനേക്കാൾ കഷ്ടമായി സ്ഥിതി തുടരും. അതാണ് കണ്ടുവരുന്നത്. ആത്മീയത എന്നാൽ അരുതുകൾ ആണെന്നും അത് മനുഷ്യ സ്വാതന്ത്ര്യത്തെ തടയുന്നു എന്നുമുള്ള യുക്തിയില്ലാത്ത യുക്തിവാദങ്ങളുടെ മറപിടിച്ചാണ് അരാജകമായ ജീവിത വഴികൾ തുറന്നിട്ടുകൊണ്ട് മനുഷ്യർ ഗുരുനിഷേധം നടത്തുന്നത്. ആരെയും അനുസരിക്കരുത്, ആരെയും അംഗീകരിക്കരുത്, അതൊക്കെ സ്വാതന്ത്ര്യ നിഷേധങ്ങളാണ്. എല്ലാത്തിനെയും തകർക്കണം, എല്ലാത്തിനെയും എതിർക്കണം, അതാണ് അവകാശ പോരാട്ടം എന്നിങ്ങനെയുള്ള വികട ചിന്തകൾ നമ്മിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. തലമുറ തലമുറ കൈമാറി നാം ഈ ആഹ്വാനങ്ങൾ കെടാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ചില ദുരനുഭവങ്ങൾ ആരോടും ചോദിക്കാതെ കടന്നുവന്ന് വലിയ ദുരിതങ്ങൾ സമ്മാനിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഗുരുവിൻ്റെ വാക്കനുസരിച്ചാൽ മനുഷ്യജീവിതം കൂടുതൽ ആയാസരഹിതവും അർത്ഥവത്തുമാകുമെന്ന്. എന്നാൽ രാഗദ്വേഷങ്ങളിൽ ആസക്തി നിൽക്കുന്നതുകൊണ്ട് സ്വീകരിക്കാനും പ്രായോഗികമാക്കാനും മടിക്കുന്നു. എന്തുകൊണ്ടാണ് ഗുരുവിനെ ആരാധിക്കലും ഗുരുഭക്തിയും എതിർക്കപ്പെടുന്നതെന്നറിയാമോ? ഗുരുവിനെ ഭജിക്കുക, ആരാധിക്കുക എന്നു പറഞ്ഞാൽ ഗുരുവിൻ്റെ വാക്കനുസരിച്ച് ജീവിക്കാൻ സ്വയം പര്യാപ്തരാകുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ജാതി സംഘടനകൾക്ക് പ്രസക്തി ഇല്ലാതാകും. മദ്യനിർമ്മാണം, മദ്യവിപണനം, മദ്യപാനം എന്നിവ നിർത്തേണ്ടി വരും. മതങ്ങളെ വെച്ചുള്ള അധികാര കളികൾക്ക് അവസാനമാകും. ഉത്സവങ്ങളുടെ പേരിൽ ആനയ്ക്കും അമ്പാരിക്കും വെടിക്കെട്ടിനും കോടികൾ പൊടിക്കുന്ന ബിസിനസ് നിർത്തേണ്ടി വരും. നട്ടുച്ചയ്ക്ക് പാവം കാട്ടുജീവികളെ പൊരിവെയിലത്തു നിർത്തി കൊട്ടിത്തിമിർക്കുന്ന മേളക്കാഴ്ചകൾ നഷ്ടമാകും. പല ദുശീലങ്ങളും ദുശാഠ്യങ്ങളും കൈവിടേണ്ടി വരും. കോടികളുടെ ബിസിനസ്, അധികാരങ്ങൾ, ആർഭാട ജീവിതം, ഇതെല്ലാം പലർക്കും ഗുരുവാക്കുകൾ പ്രായോഗികമായാൽ നഷ്ടമാകും. അത് മുന്നിൽ കണ്ടാണ് ഒരു കൂട്ടർ ഗുരുവിനെ ഭജിക്കുന്നതും ആരാധിക്കുന്നതും എതിർക്കുന്നത്. അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുന്നവർ
മാടനെയും മറുതയെയും കള്ളുവെച്ച് പൂജിക്കുന്നതിൽ എതിർപ്പില്ലാത്തവരാണ്. ദൈവത്തെ വികൃതവേഷങ്ങളിൽ കെട്ടിയാടി തീയിൽ ചാടുന്ന ആചാരങ്ങളോട് മമത പുലർത്തുന്നവരാണ്. എന്തെന്നാൽ അതിലെല്ലാം ജനം കെട്ടിക്കിടന്നാൽ തങ്ങളുടെ ബിസിനസ്സും അധികാരവും എക്കാലവും നിലനിർത്താൻ അക്കൂട്ടർക്ക് സാധിക്കും. മനുഷ്യൻ ശുദ്ധജീവിതത്തെ സ്വീകരിക്കാൻ ഗുരു ആഹ്വാനം ചെയ്തു. അത് എല്ലാവരും സ്വീകരിച്ചാൽ അഴുക്കു സ്വഭാവങ്ങൾ ഇല്ലാതാകും. അതോടെ അഴുക്കു വിറ്റ് നേടുന്ന സുഖങ്ങളും മൺമറയും. അതൊന്നും അനുവദിക്കാനാവില്ല ചിലർക്ക്. അവർ അതിലൊക്കെയാണ് സ്വന്തം സാമ്രാജ്യം കെട്ടിവെച്ചിരിക്കുന്നത്. അതിനാലാണ് ഗുരുവിനെ മറച്ചു പിടിക്കാനും ഗുരുവാക്ക് ഒതുക്കി പരണത്ത് വയ്ക്കാനും ബോധപൂർവം ശ്രമം നടത്തുന്നത്. ഗുരുവിലേക്ക് അടുക്കുന്നവർക്കും അറിയുന്നവർക്കും ഒരേപോലെ അനുഭവമാകുന്ന ആ ഈശ്വരകാന്തിയെ നിഷേധിക്കലാണ് പുറത്തു നിൽക്കുന്ന ചിലരുടെ പണി. ഗുരു വെറുമൊരു ചരിത്രപുരുഷനാണെന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നതും ഗുരു ഉണർന്നാൽ ഗുരുവാക്കും ഉണരും എന്ന ഭയം കൊണ്ട് മാത്രമാണ്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്. ജാതിയും മതവും മദ്യവും കൊണ്ട് തലമുറകൾക്ക് വേണ്ടുന്നതൊക്കെ സമ്പാദിച്ചും അധികാരം പിടിച്ചെടുത്തും വിലസുന്നവർ. അവർ ഗുരുവിൻ്റെ ഇടങ്ങളിൽ കടന്നുകൂടുന്നത് ഗുരുഭക്തി അഭിനയിച്ചുകൊണ്ടാണ്. ഗുരു ദൈവമാണെന്ന് അവർ പറയും. എന്നിട്ട് നാടുനീളെ ഗുരുക്ഷേത്രങ്ങൾ ഉണ്ടാക്കും. ഗുരുമന്ദിരങ്ങളും ഗുരുസങ്കേതങ്ങളും മതച്ചടങ്ങുകൾ കൊണ്ട് നിറയ്ക്കും. ആരാധനാലയങ്ങളിൽ ഭക്തിയെ ഭുക്തിയാക്കി മാറ്റിയിട്ട് കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു. വഴിപാടു നടത്തുക, ദേവസ്ഥാനത്ത് പോയി നിന്ന് സ്വന്തം വ്യക്തി ആവശ്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുക, വേണ്ടത്ര പണം പല ആവശ്യങ്ങൾക്കായി അവിടെ നൽകുക, അതോടെ ഭക്തി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ പേരിൽ ആഘോഷങ്ങൾ, ആന, വെടിക്കെട്ട് എന്നിവ നടത്തുക, ശബ്ദശല്യമുണ്ടാക്കി തിമിർക്കുക എന്നിവയും ഭക്തിയുടെ ഭാഗമാണ്. അതൊക്കെയാണ് ആത്മീയത, അതൊക്കെയാണ് ഭക്തി എന്ന നിലയിലേക്ക് നിർവചിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥിതിയിലേക്ക് ഗുരുവിൻ്റെ സങ്കേതങ്ങളെയും എത്തിച്ചാൽ പിന്നെ ഗുരുവിൻ്റെ വാക്കിനെ പേടിക്കേണ്ടതില്ല. അത്തരം ഗുരുഭക്തി ഇക്കൂട്ടർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഗുരുവിൻ്റെ വാക്കുണർത്തുന്ന ഭക്തിപ്രസ്ഥാനങ്ങളെയും പ്രചാരകരെയും അവർ പ്രോത്സാഹിപ്പിക്കില്ല. അവരെ ഒതുക്കാവുന്നതിൻ്റെ പരമാവധി ഒതുക്കും. പൊതുവേദികളിൽ നിന്ന് മനഃപൂർവ്വം അകറ്റി നിർത്തും. ഗുരുവിൻ്റെ പേരിലുള്ള ആത്മീയ രംഗം അങ്ങനെയായി കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ചിലർ ഗുരുവിനെ ചാരി ഗുരുവിരുദ്ധത ആഘോഷമാക്കി ജീവിതരഥമുരുട്ടുമ്പോഴാണ് ഇടയ്ക്കിടെ ചില ആപത്തുകൾ ഉണ്ടാകുന്നത്. മദ്യദുരന്തം, കരിമരുന്നു ദുരന്തം, ആനക്കലി തുടങ്ങിയവ മനുഷ്യജീവൻ കവരുന്ന സന്ദർഭങ്ങളിൽ ഗുരുവാക്ക് ഓർമ്മകളിലേക്ക് വരും. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ജനം ഇത് മറക്കും. വീണ്ടും പഴയ മാമൂലുകളുമായി കളത്തിലിറങ്ങും. എങ്കിലും ഗുരുവിൻ്റെ വാക്ക് മുഴങ്ങുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അവ സ്വയം ജ്വലിക്കുന്നത് കാണാൻ സാധിക്കും. എത്ര വർഷം കഴിഞ്ഞാലും മനുഷ്യരാശി ജീവനോടെ ഉള്ളത്രയും കാലം മനുഷ്യർക്കായി ഗുരു ഉപദേശിച്ച കണ്ട കാരുണ്യാമൃതം കോടി ദിവാകരതുല്യം ജ്വലിച്ചുകൊണ്ടേയിരിക്കും. വെറുതെ പാഴ്മുറം കൊണ്ട് അതിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ കൈ കഴിക്കാമെന്നേ ഉള്ളൂ. സത്യം ജയിക്കുന്നു, ധർമ്മം ജയിക്കുന്നു സർവഥാ, അധർമ്മവും ജയിക്കുന്നില്ല അസത്യവും ഒരിക്കലും എന്നു പറഞ്ഞതും ഗുരുവാക്കാണ്. അത് സത്യമായി ഭവിക്കാതിരിക്കുമോ? ഇല്ലേ ഇല്ല. ഇതോടെ ഇന്നത്തെ എഡിറ്റോറിയൽ അവസാനിക്കുന്നു. ഇനി നമുക്ക് ഗുരുസ്തവം 2-ാം പദ്യം അർത്ഥമൊന്ന് നോക്കാം. അൻപാർന്നവരുണ്ടോ, പരവിജ്ഞാനികളുണ്ടോ, വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ. ഇനി ഗുരുവിൽ താൻ ദർശിക്കുന്ന അപൂർവതകളെക്കുറിച്ച് പറയുകയാണ് ആശാൻ. അൻപാർന്നവരെയാണ് ജനങ്ങൾ ദൈവമായി കാണുന്നത്. അനുകമ്പാദശകം എന്ന കൃതിയിൽ ഗുരു അക്കാര്യമാണ് സ്ഥാപിക്കുന്നത്.
ലോകത്ത് മനുഷ്യരായി ജനിച്ച മഹത്തുക്കൾ ദൈവതുല്യരായി ആരാധിക്കപ്പെടുന്നത് അവർക്ക് അൻപുള്ളതുകൊണ്ടാണ്. അരുൾ, അൻപ്, അനുകമ്പ എന്നീ ഗുണങ്ങൾ ഉള്ളവർ ദൈവപുരുഷന്മാരാണ്. അതിൽ അൻപ് വളരെ പ്രധാനമായ ദൈവീക ഗുണമാണ്. സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നീ ഗുണങ്ങളിൽ ദൈവത്തെ കാണുവിൻ എന്നാണ് മുരിക്കുംപുഴ കാളകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഫലകപ്രതിഷ്ഠ നടത്തിയിട്ട് ഗുരു ഉദ്ബോധിപ്പിച്ചത്. ദയ എന്ന ഗുണം സത്യം ആചരിക്കുന്ന ധർമ്മിഷ്ഠരിൽ മാത്രം കാണുന്ന ഒന്നാണ്. വിശദമാക്കാം. കാരുണ്യം എന്നത് നാം ഒരു സഹജീവിയോട് കാട്ടുന്ന കരുതലാണ്. ഒരാൾക്ക് വൈദ്യസഹായം കൊടുക്കുക, ഭക്ഷണം നൽകുക, ശുശ്രൂഷിക്കുക എന്നിവയൊക്കെ കാരുണ്യമാണ്. എന്നാൽ ദയ എന്ന ഗുണം അതിലും താഴേക്കിറങ്ങിച്ചെല്ലുന്ന ത്യാഗധനത്വമാണ്. ഒരു തേളിനെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന ബുദ്ധസന്യാസി നിരന്തരം അതിൻ്റെ കുത്തേൽക്കുന്നു. വേദനിച്ചിട്ടും അദ്ദേഹം തൻ്റെ ഉദ്യമം വിട്ടില്ല. തേളിനെ രക്ഷിക്കുക തന്നെ ചെയ്തു. തേളിനറിയില്ല ഭിക്ഷു തന്നെ രക്ഷിക്കുന്നവനാണെന്ന്. അതിന് കുത്താനേ അറിയൂ. അതുപോലെയാണ് അജ്ഞരായ മനുഷ്യരുടെ കാര്യവും. അവർക്ക് രക്ഷകൻ ആരെന്നും ചതിയന്മാർ ആരെന്നും അറിയില്ല. അവർ രക്ഷകരെയാണ് ഉപദ്രവിക്കുന്നത്. ചതിയന്മാരെ ചുമന്നു നടക്കുകയും ചെയ്യും. അത്തരക്കാരെ സേവിക്കുക എന്നത് ദയയുള്ളവർക്കേ സാധിക്കൂ. ഒരു നന്ദി വാക്കുപോലും കിട്ടില്ലെന്ന് മാത്രമല്ല, ജീവൻ വരെ അവർ അപകടത്തിലാക്കും. അതെല്ലാം അവഗണിച്ച് ത്യാഗധനരായി പ്രവർത്തിക്കുന്നവരാണ് അൻപാർന്നവർ. ഗുരു അൻപാർന്നവനാണെന്ന് ആർക്കും പറഞ്ഞു ബോധിപ്പിക്കേണ്ടതില്ലല്ലോ. ഗുരു ആരെന്നറിയാത്ത ജനതയെയാണ് അവിടുന്ന് സേവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് മുൻനിർത്തിയാണ് ആശാൻ ചോദിക്കുന്നത്, ഇതുപോലെ അൻപാർന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. പരവിജ്ഞാനമാണ് ഗുരുവിൻ്റെ സ്വരൂപം. പര എന്താണെന്നുള്ള അറിവിലാണ് അദ്വൈതം. രണ്ടല്ല എന്ന അറിവിലാണ് എല്ലാവരെയും ഒന്നായി കാണാനുള്ള കണ്ണിരിക്കുന്നത്. അതാണ് പരവിജ്ഞാനം. ദയാപരനായ ഗുരു പരവിജ്ഞാനിയാണ്. വൻപാകെ വെടിഞ്ഞവനാണ് ഗുരു. വൻപ് എന്നാൽ അഹന്തയാണ്. അറിവും അഹന്തയും ഒന്നിച്ചിരിക്കില്ല എന്ന് ഗുരു മൊഴിഞ്ഞതോർക്കുക. അഹന്ത എന്നാൽ ഞാൻ എന്നത് ശരീരരൂപമാണെന്നും ഞാൻ ഇവിടെയുണ്ട് എന്നുമുള്ള ബോധമാണ്. ഞാൻ എന്നത് പരമബോധം തന്നെയാണ് എന്നതാണ് അറിവ്. ഇത് രണ്ടും ഇരുട്ടും വെളിച്ചവും പോലെ ഒന്നിച്ചിരിക്കില്ല. അപ്പോൾ പരവിജ്ഞാനിക്ക് വൻപ് ഉണ്ടാവുകയേയില്ല. പരവിജ്ഞാനിയാണ് ഗുരു എന്ന് പറഞ്ഞാൽ പിന്നെ അൻപും വൻപും പറയേണ്ടതില്ല. എന്നിട്ടും ആശാൻ അതെടുത്തു പറയുന്നത് സാധാരണ ജനങ്ങളെ ഉദ്ദേശിച്ചാണ്. അച്യുതം കേശവം രാമനാരായണം എന്നോ കൃഷ്ണഹരേ മുകുന്ദ മാധവ എന്നോ ഒക്കെ പ്രാർത്ഥിച്ച് ശീലിക്കുന്ന സാധാരണക്കാരാണ് ഗുരുസ്തവം ചൊല്ലി ഗുരുവിനെ പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ളത്. അവർ ഒരേ ആരാധ്യ പുരുഷനെ വ്യത്യസ്ത നാമങ്ങളിൽ അഭിസംബോധന ചെയ്യുന്നതും ഗുണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് സ്വയം നിറയുന്നതും അനുഭൂതിദായകമാണ്. ഗുരുസ്തവം എന്നാൽ ഗുരുവിനെക്കുറിച്ചുള്ള സ്തുതി എന്നാണ് അർത്ഥം. വിവിധ ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയാണ് ആശാൻ. സ്തുതി ആരാധനയുടെ ഭാഗമാണ്. സമർപ്പണം, സ്തുതി, പാരസ്പര്യം, അർത്ഥന, ശാന്തി എന്നിവയാണ് പ്രാർത്ഥനയുടെ 5 ഘടകങ്ങൾ. ആദ്യം ഗുരുവിനെ അറിഞ്ഞ് ഗുരുവിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഗുരുസ്തവം തുടങ്ങുന്നത്. പിന്നെ രണ്ടാം ഭാഗമായ സ്തുതിയിലേക്ക് കടക്കുന്നു. സ്തുതിക്കുമ്പോൾ സ്തുതിക്കുന്നവനാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. അഹന്തയെ ഇല്ലായ്മ ചെയ്യാൻ ദൈവസ്തുതിയേക്കാൾ വലുതായി ഒന്നുമില്ല. തനിക്കുള്ളതെല്ലാം ദൈവം തന്നതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാനെന്നും എൻ്റേതെന്നും ഒന്നുമില്ല എന്നല്ലേ അർത്ഥം? അതിനാണ് പ്രാർത്ഥനയിൽ സ്തുതി വച്ചിരിക്കുന്നത്. ഇവിടെ ഗുരുവിനെക്കുറിച്ച് ആശാൻ പറയുന്നതൊന്നും
ഗുരുവിനെ അറിയുന്നവരെ സംബന്ധിച്ച് സ്തുതിയല്ല. അവയൊക്കെ സത്യമായ വസ്തുതകളാണ്. ഗുരുവിനെ അറിയാത്ത ഒരാൾക്ക് ഗുരുവിലേക്കുള്ള വഴികാട്ടിയാണ് ഈ സ്തുതി. മുൻപായി നിനച്ചൊക്കയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻ പാവനപാദം ഗുരുനാരായണമൂർത്തേ. അവിടുന്ന് അൻപാർന്നവനും പരവിജ്ഞാനിയും വൻപാകെ വെടിഞ്ഞവനുമാണെന്നും അവിടുത്തോട് താരതമ്യം ചെയ്യാൻ ആരുമില്ലെന്നും മുൻപായി നനച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്നിനെ ഭജിക്കുന്നത്. അവിടുത്തെ പാദപത്മങ്ങൾ അടിയങ്ങൾക്ക് മോക്ഷത്തിനായുള്ള ഏക ആശ്രയമാണെന്ന തിരിച്ചറിവിലാണ് അവിടുന്നിനെ ഭജിക്കുന്നത്. ഗുരുവിനെ എന്തിനാരാധിക്കണമെന്ന് ചോദിക്കുന്ന വിഡ്ഢികൾക്കുള്ള ഉത്തരം കൂടിയാണ് ഈ പ്രസ്താവ്യം. ആരാധിക്കുന്നുവെങ്കിൽ ആദിമഹസിലേക്ക് നേർവഴി കാട്ടുന്നവനെ ആരാധിക്കണം. അൻപാർന്നവനെയും പരവിജ്ഞാനിയെയും ആരാധിക്കണം. അല്ലാതെ ചാത്തനെയും മാടനെയും ഇശക്കിയെയും ഒന്നുമല്ല ആരാധിക്കേണ്ടത്. അതൊക്കെ ചില പ്രകൃതിശക്തികൾ മാത്രമാണ്. ആരാധിച്ചാൽ ആദിമഹസ് എന്ന ജന്മലക്ഷ്യത്തിലേക്ക് വഴികാട്ടാൻ അവയ്ക്ക് കഴിയില്ല. മായയുള്ളിടത്തെ ചാത്തനും മാടനും യക്ഷി കിന്നര ഗന്ധർവന്മാരും നിലനിൽക്കൂ. മായ ഇല്ലാത്തതാണ്. സങ്കല്പദേവന്മാർ സങ്കല്പമുള്ള അവസ്ഥയിലേ നിലനിൽക്കൂ. സങ്കല്പ നിരോധനം നേടിയവന് പിന്നെ സങ്കല്പദേവന്മാരില്ല. രാജയോഗിക്ക് പരയാണ് ദൈവം. യോഗീശ്വരന്മാർ പോലും ആരാധിക്കുന്നത് പരവിജ്ഞാനിയായ ഗുരുവിനെയാണ്. ഏറ്റവും വലിയ യോഗീശ്വരൻ ശിവനാണ്. ശിവൻ ഗുരുവിനെയാണ് ആരാധിക്കുന്നതെന്ന് ഗുരുഗീതയിൽ ശിവൻ തന്നെ പാർവതിയോട് പറയുന്നുണ്ട്. പരവിജ്ഞാനം മനുഷ്യരൂപം പൂണ്ടതാണ് ഗുരു. ഇതാണ് രണ്ടാമത്തെ പദ്യത്തിൻ്റെ അർത്ഥം. ഇതിൻ്റെ മൂന്നാം പദ്യം അടുത്തയാഴ്ച കാണാം. ഗുരുസ്തവം പഠനവും പുതിയ വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്തേ.